തിന്നു അല്ലേ? നീ എന്റെ ഏട്ടന്റെ മരുമോള് തന്നെയാണോടി? ഒരു പെണ്ണാണോ നീ? ഇത്രക്ക് തരംതാണല്ലേ? നിർത്ത് ആന്റി. ആന്റി സംസാരിക്കുന്നത് കേട്ടാ സാത്താൻ വേദം ഓതുന്നത് പോലെയുണ്ട്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ? ഇപ്പൊ നീ ചെയ്തത് വലിയ തെറ്റാ കാർത്തിക. എന്റെ തെറ്റാക്കേൽ? നാളെ ഒരു ദിവസം ലോകം വിട്ടു പോകുന്ന നിന്റെ അച്ഛൻ ഈ സ്ഥലം വെച്ച് എന്ത് ചെയ്യാനാ? എന്നായിരുന്നാലും നമുക്കല്ലേ തരേണ്ടത്. അത് തരാൻ നല്ല രീതിയിൽ ചോദിച്ചു, എന്നിട്ട് കേട്ടോ? ഇല്ലല്ലോ. അതിനുവേണ്ടി അച്ഛന് കൊട്ടേഷൻ കൊടുത്തു അല്ലടി? പറഞ്ഞത് കേട്ടില്ലല്ലോ. സ്ഥലം വിറ്റതിന് ശേഷം അച്ഛന്റെ കൈയും കാലും വായും ശരിയാവുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം. എന്തൊക്കെയാണ് നീ പറയുന്നേ? നിന്നെ പോലെ ഒരാളുണ്ടെങ്കിൽ ഈ നാട് തന്നെ നശിച്ചു പോവടി. സുമംഗല മാഡം, നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സമാധാനത്തോടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ഥലം വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളുടെ മരുമകൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്ത് ഒരു കോടീശ്വരനാകും. അതാണോ നല്ലത്? വയസ്സായ നിങ്ങളുടെ ചേട്ടൻ ഇപ്പോഴും പാടത്ത് പണിയെടുക്കുന്നതാണോ നല്ലത്? ദേ നോക്ക് കാർത്തികേ, നീ അഖിലിനെയും ഇവരെയും കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് വെക്കോ. ജോലി കഴിഞ്ഞ ഉടൻ തന്നെ എന്റെ ആളുകൾ ഫോൺ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. വാ അഖിൽ. ആന്റി വാ. അനിയൻ അഖിൽ സാറിന്റെ കോളറൊക്കെ പിടിച്ചല്ലോ. അവൻ പിടിച്ചത് എന്റെ കോളറിലല്ല പിയെ, വിഷപ്പാമ്പിനെയാ. എന്റെ കാര്യം കഴിഞ്ഞയുടൻ പത്തി വിടർത്തി അവനെ കടിക്കുന്നത് നോക്കിക്കോ. അത് ശരി, ആ പാമ്പ് നമ്മളെ കടിക്കില്ലല്ലോ. എങ്ങനെയുള്ള മക്കളെ നീ പ്രസവിച്ചത് ജയന്തി? രക്തബന്ധങ്ങളെപ്പോലും മുറിച്ചു കളഞ്ഞിട്ട് സമ്പത്ത് വാരിക്കൂട്ടണമെന്ന് അവർ വിചാരിക്കുന്നേ. നമ്മുടെ ഈ കൃഷിയേക്കാൾ ബിസിനസ്സാണ് അവർ വലുതായിട്ട് കാണുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങിയാൽ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റും. എന്നാൽ ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്ന പണം കഴിക്കാൻ പറ്റുമോ? ബന്ധങ്ങൾ കൂടുന്നത് നല്ലത് തന്നെയാ ജയന്തി. എന്നാൽ സ്വർണം കഴിച്ച് വിശപ്പ് മാറ്റാൻ കഴിയുമോ? ഇവരെന്താണ് ഇങ്ങനെ ഭ്രാന്തന്മാരെ പോലെ? പ്രസവിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിരുന്നേനെ. ആ കളവനെ ചെന്ന് പിടിക്കടാ. അയ്യോ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഇവിടെ
വിടാനാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദേവി, ദേവി. അഭി, അഭി. ഇവനെ രക്ഷിക്ക്. അഭി. അച്ഛാ. അച്ഛാ, അച്ഛാ, നല്ല വേദനിക്കുന്നുണ്ടോ? അയ്യോ, രക്തം വരുന്നുണ്ടല്ലോ. അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. വാ അച്ഛാ, വാ. സാർ, വിക്രമ ഫോൺ ചെയ്തു സാർ. ആ. ഹലോ വിക്രമ, പണി കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു സാർ. അഭിരാം ഞങ്ങളെല്ലാം എടുത്തിട്ട് അടിച്ചു സാർ. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഓടി ഞങ്ങള്. നിന്നെയും അടിച്ചോ? ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ സാറേ. സാറും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇപ്പൊ തന്നെ അഭിരാമിന് നല്ല സംശയം തോന്നിക്കാണും. കൈ കിട്ടിയ സാറിനെ അവൻ തല്ലി ചതയ്ക്കും. ഡേയ് വാടാ. അർജന്റായി ഡ്രൈവറിന് ഫോൺ ചെയ്യ. പൂച്ച വീണ്ടും ചാടിയോ സാർ? പെട്ടെന്ന് വരാൻ പറയാവനെ. അഭിരാമിന്റെ കൈയും കാലും ഒക്കെ അടിച്ചൊടിച്ച് ജോലി ചെയ്താക്കിയോ സാർ? ഇവിടുന്ന് ആക്സിലറേറ്റർ ചവിട്ടിയാ വീട്ടിൽ ചെന്നേ ബ്രേക്ക് ഔട്ട് ആവൂന്ന് പറയൂ. എന്താ സാർ നടന്നെന്ന് പറ. ഇവിടുന്ന് പെട്ടെന്ന് പോയാൽ നമ്മുടെ ജീവനെങ്കിലും രക്ഷിക്കണം. വാ. നമ്മൾ അപ്പോഴേ തിരിച്ചു പോകുന്നതായിരുന്നു നല്ലത് അഖിൽ. ഒരാവശ്യമില്ലാതെ ഇവിടെ നിന്നു. എടി, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അഭിയേട്ടന് നമ്മുടെ മേലെ സംശയം ഉണ്ടാവും. ഇപ്പൊ പോലും അഭിക്ക് നമ്മളോടായിരിക്കും ഡൗട്ട്. നമ്മുടെ കാര്യം കഴിഞ്ഞു. കുറച്ചു നേരം ഒന്ന് വാ അടച്ചു വെക്കൂലേമ്മേ. അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടർ? നത്തിങ് ടു വറി. തലയുടെ പിൻഭാഗത്താണ് അടി കിട്ടിയിരുന്നെങ്കിൽ വലിയ പ്രോബ്ലം ആയേനെ. ഡോക്ടർ, സിറ്റിയിൽ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുപോകണോ? നോ നീഡ് അഭിറാം. 2 ദിവസം കൊണ്ട് എല്ലാം ശരിയാവും. ഞാൻ എൻ്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ മെഡിസിൻസ് കൊടുത്തു വിടാം. അത് കഴിച്ചാൽ മതി. ഓക്കെ ഡോക്ടർ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. താങ്ക് യു ഡോക്ടർ. നല്ല വേദനയുണ്ടോ ഏട്ടാ? ഇല്ല ജയന്തി, എന്റെ അഭിമോൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ജീവൻ പോയേനെ. അബി, നിന്റെ അച്ഛനെ തല്ലാൻ വന്നത് ആരാണ്? അവരെ അതിന് അയച്ചതാരാണ്? അവരെ വെറുതെ വിടാൻ പാടില്ല. വൈകുന്നേരത്തിനുള്ളിൽ അവർ
അബിയും വസുവിനെയും കുഞ്ഞുങ്ങളെയും ഉടുതുടിയോടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോ തന്നെ നമ്മുടെ മാനം പോയതല്ലേ? അനുവിന്റെ ചികിത്സയ്ക്ക് പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ മാനോ അന്തസ്സും എല്ലാം കൈവിട്ടു പോയതല്ലേ? അബിയോട് കൈ നീട്ടി സ്വത്ത് ഭിക്ഷയായി വാങ്ങിച്ചപ്പോ നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതല്ലേ? വേണമെങ്കിൽ എടുത്തി ഞങ്ങൾ എല്ലാവരും വഴക്ക് പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞങ്ങളെ സംശയിക്കണ്ട. ആരോ എന്തോ ചെയ്തതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തതാരാണെന്ന് വൈകുന്നേരത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റും കാർത്തിക. ഇതിനാരാ ഉത്തരവാദിയെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നും ഏട്ടൻ ഉടനെ കണ്ടുപിടിക്കും. എന്ന് വെച്ചാ നീ എന്താ പറഞ്ഞു വരുന്ന വസു? എന്റെ ഏട്ടനെ ഈ അവസ്ഥയിലാക്കിയത് അഖിലും കാർത്തികയെന്നാണോ? അവരൊന്നും മിണ്ടിയിട്ടില്ല. ഇളയമേ ഓരോ സംശയം ഇട്ടു കൊടുക്കുന്നേ. ഞാൻ ആരെ എടുത്തു പറഞ്ഞതല്ല ഇളമേ. അച്ഛനെ ഇങ്ങനെ തല്ലി ചതയ്ക്കേണ്ട ആവശ്യം ആർക്കാണോ ഉണ്ടായിരുന്നത് അവർക്ക് അതുകൊണ്ട് എന്ത് ലാഭം കിട്ടുമെന്ന് മനസ്സിലാക്കിയ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സ്ഥലം വിൽക്കണമെന്ന് കാർത്തിക പറഞ്ഞു. അങ്ങനെ പറഞ്ഞോണ്ട് ഞങ്ങൾ ഇത് ചെയ്തെന്നാണോ എടുത്തി? സ്ഥലം വിറ്റെന്നും പറഞ്ഞ് ലാഭമേ ഉണ്ടാവുള്ളൂ, നഷ്ടം ഉണ്ടാവില്ല. ഇവിടെ കിടക്കുന്ന 7 ഏക്കർ വിറ്റെന്നും പറഞ്ഞ് വലിയ കാശൊന്നും കിട്ടില്ല. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലിട്ട. ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ നീ സംസാരിക്കുന്നെന്താ? സ്ഥലത്തിന്റെ കാര്യം ഇപ്പൊ അത്യാവശ്യമാണോ? ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ ആ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ഈ കാര്യം സംസാരിക്കണ്ടെന്നു ഏട്ടൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ അഭേട്ടൻ എന്തിനാ സ്വത്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്? അവൻ പറഞ്ഞത് ബഹുമാനത്തെ പറ്റിയാടാ, അല്ലാതെ സ്വത്തിനെ കുറിച്ചല്ല. അപ്പോ സ്ഥലം വിൽക്കേണ്ട ആവശ്യം ഏട്ടനില്ലെന്നാ? അതുകൊള്ളാം, ഏട്ടനിപ്പോ വലിയ പുണ്യാളനായി പോയി. അഖിൽ, അച്ഛനൊരല്പം റെസ്റ്റ് കൊടുക്കാം. ആരും ഇനി മിണ്ടരുത് പ്ലീസ്. അമ്മേ, അച്ഛനകത്തേക്ക് കൊണ്ടുപോ. സൂക്ഷിച്ചു. നമ്മളിനി എന്ത് ചെയ്യും അഖിൽ? അതാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ. ഇനി അങ്ങോട്ട് ആലോചിക്കാനോ ചെയ്യാനോ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ലഗേജ് ഒക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഞങ്ങൾ എന്തിനു ഓടിപ്പോണോ ആന്റി? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തില്ലടാ. സ്വന്തം അച്ഛൻ ഒരാൾ ഉപദ്രവിക്കാൻ പോവാണെന്ന കാര്യം അറിഞ്ഞിട്ടും നീ അത് തടഞ്ഞില്ലല്ലോ. അങ്ങനെ നിന്റെ അച്ഛൻ ഉപദ്രവിക്കാൻ ഐഡിയ കൊടുത്തത് തന്നെ നിന്റെ ഭാര്യയല്ലേടാ. ഈ കാര്യം എന്തായാലും അഭി കണ്ടുപിടിക്കും. ആ സമയത്ത് നിങ്ങൾ അഭിയുടെ കണ്ണിന്റെ മുന്നിൽ എങ്ങനെ നിന്നാ നിങ്ങളുടെ കഥ കഴിക്കുന്ന കാര്യം കൺഫേം. അയാൾ പരമശിവനൊന്നും അല്ല, മൂന്നാമത്തെ കണ്ണു തുറന്ന് ഞങ്ങളെ ഭസ്മാക്കാനായിട്ട്. അഭിയെ കുറിച്ച് നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അത് മാത്രമല്ല, അയാൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തറിയാനാ? അഭി അതിന് പൊട്ടണമെന്നല്ല കാർത്തികേ. നിങ്ങൾ 3 അടി എടുത്ത് വെച്ചാ അവൻ 10 അടി എടുത്ത് വെക്കുന്നവനാ. നിന്നെക്കാളും ലോകം കണ്ടവനാ അവൻ. വെറുതെ ബിൽഡപ്പ് ഒന്നും വേണ്ട ആന്റി. ഇത് ബിൽഡപ്പ് ഒന്നും അല്ല കാർത്തിക. അഭിയേട്ടനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. നമ്മൾ കൈ നീട്ടാതെ തന്നെ മുഴുവൻ സ്വത്തും അയാളെങ്കിൽ എഴുതി തന്നു. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാ അതേ കൈ കൊണ്ട് തന്നെ നമ്മളെ കൊല്ലും. നമ്മളാണ് തെറ്റ് ചെയ്തതെന്ന് അയാൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? അവൻ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കൂടി. ഇല്ലെങ്കിൽ ടെൻഷൻ കാരണം ഞാൻ തന്നെ പറഞ്ഞു വരും. അങ്ങനൊന്നും പറയല്ലേ ഇളയമേ. അതുകൊണ്ടാ നിങ്ങളോട് തിരിച്ചു പോകാനായിട്ട് പറയുന്നത്. നിങ്ങൾ പോയ ശേഷം നിങ്ങളെ കാര്യം അഭി എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോലും അവൻ ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പേ അവന്റെ ദേഷ്യം എല്ലാം കുറഞ്ഞോളടാ. അപ്പോ ആ സ്ഥലത്തിന്റെ കാര്യം അത് വിൽക്കണ്ടേ? ഇടി മണ്ടി, ഇവിടുന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുമ്പോ ഇപ്പോഴും നിലത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. വിവരം കിട്ടവളെ, അഭി നിന്നെ കൊന്ന് ആ നിലത്ത് നിനക്കൊരു കല്ലറ പണിയും.
ഇളയമ്മ പറയുന്നതിലും കാര്യമുണ്ട് കാർത്തിക. അമ്പേട്ടന് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്ത് എന്ന് പറയാൻ പറ്റില്ല. അമ്മയും അച്ഛനും എന്ന് പറഞ്ഞ അമ്പേട്ടന് ജീവനാ. അവർക്ക് എന്തെങ്കിലും പറ്റി നടന്ന അങ്ങേർക്ക് സഹിക്കില്ല. പിന്നെ ഇനി എന്ത് ചെയ്യും അഖിൽ? അതല്ല ഞാൻ പോകാൻ പറഞ്ഞത്. എത്രയും വേഗം ലഗേജ് ഒക്കെ എടുത്തോണ്ട് ഇവിടെ ഓടിക്കോ. ഞങ്ങളുടെ കൂടെ ആന്റി വരുന്നില്ലേ? ആ നിങ്ങളെ കൂടെ വന്ന എന്റെ മേൽ അഭിക്കൊരു സംശയം തോന്നില്ലേ? പിന്നെ അവൻ എന്നെയും കൊല്ലും. ആദ്യം നിങ്ങൾ രണ്ടുപേരും പോവാൻ നോക്ക്. പിറകെ ഞാൻ എങ്ങനെയെങ്കിലും വരാം. ഇയാളെന്തിനാ ഇപ്പൊ എന്നെ ഫോൺ ചെയ്യുന്നേ? ആരാ അഖിൽ? ആ MLA സാറ്. അയാള് നിങ്ങൾക്ക് മുന്നേ ഇവിടുന്ന് ഓടിപ്പോയതല്ലേ? എന്താന്ന് എടുത്ത് ചോദിക്ക അഖിൽ. ഹലോ സാർ. എന്താ അഖിൽ, നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടോ അതോ പോയോ? നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാൻ പോവേണ്ട അവസ്ഥയാ. എന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ സേഫ് ആണെന്ന് പറയേ? ഞങ്ങളിപ്പോ കുറച്ച് റിസ്കിലാ. സത്യവാ, നിങ്ങൾ ശരിക്കും വലിയ റിസ്ക് തന്നെയാ ഉള്ളത്. നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. സത്യം എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ അഭിയേട്ടൻ നിങ്ങളെ തേടി അങ്ങോട്ട് വരും. അവനെ എന്നെ എന്താണോ ചെയ്യാൻ പറ്റുക? ഞാനൊരു രാഷ്ട്രീയക്കാരനാ. എന്റെ പിന്നിൽ എന്റെ ജനങ്ങളുണ്ട്. അവൻ വിചാരിച്ചാൽ എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. മുടിയൊന്നും പിഴുതെടുക്കൂല, പക്ഷെ ചെവിട് അടിച്ചു പൊട്ടിക്കും. നിങ്ങൾ എന്റെ അഭിയേട്ടനെ ചെറുതായിട്ട് കാണല്ലേ? എന്ത്? നിന്റെ ചേട്ടനോ? പെട്ടെന്ന് നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് കൂട്ടായോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സാർ. അറിഞ്ഞോ അറിയാതെയോ അവനോട് പോയി ചേരാൻ നിൽക്കരുത്. അവനെ വിശ്വസിച്ച് നിങ്ങൾ പോയാ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. ആദ്യം നിങ്ങൾ മുങ്ങാതെ നോക്ക്. അതുപോട്ടെ, ഞാൻ എന്തിനാ വിളിച്ചതെന്ന് പറയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ സ്ഥലം വിറ്റ് കാശാക്കിയേ മതിയാകൂ. എന്താ സാർ ഈ പറയുന്നത്? അച്ഛൻ ഈ അവസ്ഥയിലായിരിക്കുമ്പോ എങ്ങനെയാ സാർ സ്ഥലം വിൽക്കുന്നേ? വേറെ മാർഗമില്ല അനിയ. നിങ്ങൾ പെട്ടിരിക്കുക. ഞങ്ങൾ എങ്ങനെയാ സാർ കൊടുക്കുന്നേ? നിങ്ങൾ കമ്പൽസറിയായി ആ സ്ഥലം വിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഒരു വലിയ കമ്പനിയുമായി ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു. അവരത് വാങ്ങാമെന്നും പറഞ്ഞു. എഗ്രിമെന്റ് പേപ്പേഴ്സും റെഡിയാക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ആ സ്ഥലം നിങ്ങൾ വിറ്റ് കാശാക്കിയില്ലെങ്കിൽ അവരെനിക്കെതിരെ ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യും. അതിനു പകരം ഞാൻ നിങ്ങൾക്കെതിരെയും കേസ് ഫയൽ ചെയ്യും. എന്താ സാർ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്നോ? അതുകൊണ്ടൊന്നും തീരില്ല മോനെ. വേറെയും പണിയുണ്ട്. മാനനഷ്ട കേസ് കൊടുത്ത് നിങ്ങളുടെ ഫാക്ടറിയും വീടും ഒക്കെ ഞാൻ കൈക്കലാക്കും. നിങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. അതുകൊണ്ട് ആ സ്ഥലം വിറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ തയ്യാറാകുന്നോ അതോ നടു റോഡിലേക്ക് ഇറങ്ങണോ? എന്തായാലും നിങ്ങളുടെ ഇഷ്ടം. നാളേക്കകം ഒരു തീരുമാനം എടുത്ത് അറിയിക്കുക. എന്താടോ പിയെ, എങ്ങനെയുണ്ട് എന്റെ ഡോസ്? 2 നാവുള്ള പാമ്പിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ രൂപത്തിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക. ഒരു രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞാൽ 2 തലയുള്ള പാമ്പല്ലടോ, 1000 തലയുള്ള പാമ്പാ. ഈ MLA എന്തിനാ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇരുന്ന് കാർത്തിക? അയാൾ നമുക്കിട്ട് പണിയരാൻ പോവാണെന്ന്. നീ വേഗം നിന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തേ. മോം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അഖിൽ. തിരിച്ചു വരാൻ ചിലപ്പോ 2-3 ദിവസം എടുക്കും. മോശപ്പെട്ടവരോട് കൂട്ടുകൂടി എങ്ങനെയൊക്കെ ആയിരിക്കും കൊച്ചുമോനെ. നിങ്ങൾ ആദ്യം ഒന്ന് വായടക്കെ. ഇയാളുമായി കൂട്ടുകൂടാൻ പറഞ്ഞത് നിങ്ങളാ? ഓരോ പണി കിട്ടിയപ്പോ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നു പറയുന്നത് നിങ്ങളാ? ഇവിടെ നിന്നാ നമ്മളാണെന്ന് അഭി കണ്ടുപിടിക്കും. സ്ഥലം വിൽക്കാതെ തിരികെ പോയാ ആ MLA നമുക്കിട്ട് പണി തരും. എല്ലാം കൂടി ഭ്രാന്ത് പിടിക്കുക. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഒരു വഴിയേ ഉള്ളൂ അഖിൽ. എന്താ അത്? ആ സ്ഥലം വിൽക്കണം. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? ആ MLA നമ്മുടെ സ്വത്ത് മൊത്തം എടുക്കുന്നാ പറഞ്ഞത്. ആ നിലത്തിന്റെ അടുത്തേക്ക് പോയാ അഭി നിങ്ങളുടെയൊക്കെ ജീവൻ എടുക്കുന്ന ഉറപ്പാ. അതെ കാർത്തിക, ആ MLA വേണമെങ്കിൽ നമുക്ക് പൊട്ടനാക്കാം. അബേട്ടനെ പൊട്ടനാക്കാൻ പറ്റില്ല. എന്റെ കയ്യിൽ ഒരു ഐഡിയ കൂടിയുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്താ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്താ അത്രയ്ക്ക് നല്ല പ്ലാനാണോ? പറയില്ല, ചെയ്ത്